ആകെ സമരത്തിലാണ് ഇന്ന് രണ്ടുപേരും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് വന്ന പാടെ കിടക്കുകയാണ്. ഇന്ന് രണ്ടുപേരും പോകാൻ നേരം 2 ഐറ്റം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് കേട്ടോ. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള പോക്കാണ് കേട്ടോ. ആകെ വിഷയമാണ് ഇപ്പം വീട്ടിൽ നടന്നത്. ഇന്ന് പറഞ്ഞിട്ട് പോയ ഐറ്റം മുട്ട പപ്സ് ക്യാപ്പച്ചീനോ. അപ്പം ഇന്ന് വന്നിട്ട് ഉടനെ ആദ്യം ചോദിച്ചാൽ മുട്ട പപ്സും ക്യാപ്പച്ചീനും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് മുട്ട പപ്സ് ക്യാപ്പച്ചീനോ എന്ന് എഴുതി ഒന്ന് പറ്റിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് മുട്ട പപ്സും ക്യാപ്പച്ചീനും ഉണ്ടാക്കാനിരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ക്യാപ്പച്ചീനോ ഉണ്ടാക്കണമെങ്കിൽ ബീറ്റർ വേണം. അതുപോലെ തന്നെ മുട്ട പപ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഓവൻ വേണം. അത് രണ്ടും നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുത്തുന്ന പ്ലഗ് വേറെയാണ്. ആ പ്ലഗ് ഞാൻ ഇങ്ങോട്ട് പിടിച്ച വഴി ആ രണ്ടിൻ്റെ പ്ലഗ് അതിൻ്റെ ഒരു ഇത് ഊരിപ്പോയി കേട്ടോ. ആ പ്ലഗിൻ്റെ 2 കാല് ഊരിപ്പോയി. അങ്ങനെ അതൊരു വിഷയമായിട്ട്, അതുകൊണ്ട് രണ്ടിനും കുത്താനായിട്ട് ഇനി പ്ലഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രശ്നമായി. അപ്പോൾ 2 പേർക്ക് ഇന്ന് സ്പെഷ്യൽ ഐറ്റം വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബോൾ ജ്യൂസ്, അതായത് ഗ്രേപ്പ് ബോൾ ജ്യൂസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ ഗ്രേപ്സിൻ്റെ പൾപ്പൊക്കെ ഇട്ടിരിക്കുന്ന നല്ല ജ്യൂസ്, ടേസ്റ്റി ജ്യൂസായിരുന്നു. അപ്പോൾ 2 പേരുടെ മുഖം തെളിഞ്ഞത് കണ്ടോ. ആദ്യം ഒന്ന് പറ്റിച്ചാണ് കേട്ടോ, പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ടൊന്ന് മുട്ട പപ്സ് ക്യാപ്പച്ചീനോ എന്നൊക്കെ എഴുതി പറ്റിച്ചപ്പോഴത്തേക്ക് 2 പേരും ഡൗൺ ആയി. ഇന്ന് വീഡിയോ ഒന്നുമില്ല, സ്പെഷ്യൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്യൂസ് കിട്ടിയപ്പോൾ 2 പേർക്ക് സന്തോഷമായി. കണ്ടില്ലേ, 2 പേരുടെ മുഖത്തെ ആ ഭാവവ്യത്യാസം കണ്ടില്ലേ. ആദ്യം എന്തായിരുന്നു ബഹളമെന്ന് അറിയാമോ ഇവിടെ. അങ്ങനെ ആ ടേസ്റ്റിയുള്ള ഐറ്റംസൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ മുട്ട പപ്സിന് വേണ്ടി മുട്ട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പുഴുങ്ങിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട ഞാനൊന്ന് എണ്ണയിലൊക്കെ ഇട്ട് ഇത്തിരി മസാലയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ വന്ന് ഉമ്മ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് അവൻ്റെ ഉമ്മ മാത്രം മതിയല്ലോ എന്നുള്ള പിണക്കമാണ്. ഇവിടെ മൂന്നാമതൊരാൾ നോക്കിയിരിപ്പുണ്ട്, ഇവരെന്തായി കുടിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ലല്ലോ കഴിക്കാനെന്നുള്ള ബഹളത്തിൽ. ഇനി ഇയാളോട് എണീച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇവിടുത്തെ ബഹളം എന്താണ്. ഇപ്പോൾ 2 പേര് തന്നെ സഹിക്കാൻ വയ്യാത്ത ബഹളമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നേത്തക്കയും ഇത് കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ടേസ്റ്റിയാണെന്ന് പറയും കേട്ടോ. 2 പേർക്കും ഇഷ്ടപ്പെട്ടു മുട്ട ഇങ്ങനെ കൊടുത്തത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികൂടക്കവും കുറച്ച് നേരമൊക്കെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കും. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് കുളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ അടി കൂടാനുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട്. ഒരാൾ ഉമ്മ തരും, അടുത്ത ആൾ ചവിട്ടും, ആകെ ബഹളമാണ് ഇവിടെ. അപ്പോൾ അടുത്തൊരു കിടക്കാശി വീഡിയോ ആയിട്ട് കിടന്ന് കാണുന്നതിന് വരെ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.